വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോൾഗോണ കേക്കാണ്. ഇതിപ്പോൾ എല്ലാവരും തന്നെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഡോൾഗോണ കോഫിയും ഇപ്പോൾ ധാരാളം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതും ആൾക്കാർ ഉപയോഗിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കോഫി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായും ഈ കേക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഏതായാലും ഞാനിത് എങ്ങനെയാണ് നിങ്ങളുടെ മുൻപ് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇനി നമുക്ക് കോഫി മിക്സ് ചെയ്യുന്നതിനായിട്ട് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂട് പാൽ ഒഴിക്കുക. അതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് നല്ലവണ്ണം ഇളക്കിയെടുക്കുക. ആ ചൂട് പാലിനകത്തേക്ക് ആ കോഫി പൗഡർ ചേർക്കുന്നത് കൊണ്ട് അത് നല്ലവണ്ണം പെട്ടെന്ന് അലിഞ്ഞ് പാകത്തിനായി വരും. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു അരിപ്പ് ഇങ്ങനെ വെച്ചിട്ട് അതിനകത്തേക്ക് ഞാനൊരു 1/2 കപ്പ് മൈദാപ്പൊടിയാണ് ചേർക്കുന്നത്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ എന്ന അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ വേണ്ട, 1/4 ടീസ്പൂൺ ഒരു കുറച്ച് അളവിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നു. പിന്നെ ഒരു പിഞ്ച് എന്ന അളവിൽ ഉപ്പും കൂടെ ചേർത്ത് ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ ഒന്നിച്ച് വരത്തക്കൊണ്ട് നല്ലവണ്ണം അരിച്ചെടുക്കുക. ഒന്നുകിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം നല്ലവണ്ണം അരിച്ചെടുക്കുക. അതിനകത്ത് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയാണ്. നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്നിച്ച് വരത്തക്കൊണ്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കണം. അതിനകത്തേക്ക് തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നു. എന്നിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വാനില എസൻസും കൂടെ ചേർക്കുകയാണ് നല്ലത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ മുട്ടയുടെ ഒക്കെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇതുപോലെ നല്ലോണം പയ്യെ ഒന്ന് പതഞ്ഞ് വന്നതിന് ശേഷം ഞാൻ എടുക്കുന്ന 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അത് കുറേശ്ശെ 2-3 ഭാഗമായിട്ട് അതിനകത്തേക്ക് ഇളക്കി ചേർക്കുക. ഈ മുട്ടയുടെ ഈ കളറൊന്ന് മാറി ഒരു വൈറ്റ് കളർ വരുന്നിടം വരെ നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നിടം വരെ മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ ഞാനത് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഓയിൽ ഞാൻ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ചേർത്തതിന് ശേഷം അധികം ഇളക്കേണ്ട ആവശ്യമില്ല, പതിയെ ഒന്ന് ഇളക്കിയാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കോഫി മിക്സ് ഉണ്ടല്ലോ, അത് അതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ചായി വന്നിരിക്കുന്നത് കണ്ടില്ലേ. നമ്മളൊരു സ്പാച്ചില ഉപയോഗിച്ച് പയ്യൊന്ന് ഇളക്കി യോജിപ്പിട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് ഫോൾഡ് ചെയ്ത് എടുക്കുക. അത് 2-3 ഭാഗം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. കുറേശ്ശെ 2-3 ഭാഗമായിട്ട് ചേർത്ത് നല്ലതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിനകത്തോട്ട് ഇത് ഒഴിക്കുക. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നേരത്തെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഞാൻ കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത്. അതിനകത്തേക്ക് നമുക്കിത് വെച്ചിട്ട് ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, കേക്ക് നല്ലവണ്ണം ബേക്ക് ആയിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. നമുക്ക് തണുത്തതിന് ശേഷം നമുക്കത് മാറ്റിയെടുക്കാം. ഇനി നമുക്കൊരു ഡോൾഗോണ ക്രീം ഉണ്ടാക്കണം. അതിനുവേണ്ടി 1 ടീസ്പൂൺ കോഫി മിക്സ് എടുത്തിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തു. പിന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ നല്ല ചൂടുവെള്ളം ചേർത്ത് ഈ ഡോൾഗോണ ക്രീം നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കുക. ഒരു ബീറ്റർ ഉപയോഗിച്ച് ഈ പഞ്ചസാര മുഴുവനും അലിഞ്ഞ് നല്ലവണ്ണം വരത്തക്കവണ്ണം കണ്ടല്ലേ ബീറ്റ് ചെയ്ത് ഇതുപോലെയാണ് ഡോൾഗോണ ക്രീം എടുക്കുന്നത്. കണ്ടല്ലേ, നല്ല ക്രീമായിട്ട് വന്നിരിക്കുകയാണ്. പഞ്ചസാര മുഴുവനും അതിനകത്ത് അലിഞ്ഞ് ചേർന്നിരിക്കുകയാണ്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട്
ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം. ഞാൻ അതിനായിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ്. ഫിയോനയുടെ വിപ്പിംഗ് എടുക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഷുഗർ ചേർക്കേണ്ട കാര്യമില്ല. നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ് ഫിയോനയുടെ ക്രീം. നമുക്ക് ഇതുപോലെ ഒരു ബീറ്റർ ഉപയോഗിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അത് അതിൻ്റെ ആ പാകം എന്ന് പറയുന്നത് ആ ബ്ലേഡിൽ നിന്ന് വിട്ട് വരാത്ത രീതിയിലാണ്. അതാണ് അതിൻ്റെ പാകം. കണ്ടില്ലേ, ഇപ്പോൾ നല്ല സ്റ്റിഫായിട്ട് വന്നിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്കൊരു 5-10 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ നല്ല സ്റ്റിഫായതുകൊണ്ട് ഞാൻ ഏതായാലും വെക്കുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ കേക്ക് തണുത്ത എല്ലാം പാകമായിട്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഈ ബട്ടർ പേപ്പർ നമുക്ക് മാറ്റിയെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഹൈറ്റൊക്കെ ഉള്ള നല്ല സോഫ്റ്റായ ഒരു കേക്കാണ്. ഇത് നമുക്കിനി ഒരു 2 ലെയറായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് ഐസിങ് ചെയ്യുന്നതിനായിട്ട് ഇതുപോലെ ടേൺ ടേബിൾ വെച്ചിട്ട് അതിനകത്തേക്ക് കേക്കിൻ്റെ ഒരു ബേസ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് അതിനകത്തോട്ട് ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ കേക്ക് വെച്ച് കഴിയുമ്പം അതിങ്ങനെ കേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. കേക്ക് ഈ മിക്സ് നല്ലവണ്ണം ചേർത്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് അതിൻ്റെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ധാരാളമായി ഷുഗർ സിറപ്പ് ചേർക്കണം. ഷുഗർ സിറപ്പ് നല്ലവണ്ണം ചേർത്ത് കഴിയുമ്പോഴത്തേനും അത് കഴിക്കുന്നത് നല്ലൊരു മധുരവും നല്ല സോഫ്റ്റാണ്. ഷുഗർ സിറപ്പ് ധാരാളമായി ചേർത്ത് കഴിയുമ്പോൾ ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ക്രീം ഉണ്ടല്ലോ അത് ധാരാളമായി അതിൻ്റെ പുറത്ത് നല്ലവണ്ണം തേച്ച് എടുക്കുക. ഞാൻ ഇനി അതിനകത്ത് കുറച്ച് ഒരു ചോക്ലേറ്റിൻ്റെ കുറച്ച് പൊടികൾ ഞാനിങ്ങനെ ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ താല്പര്യം പോലെ കേട്ടോ. ഞാൻ അതിലത് ചേർക്കുന്നത് നല്ല അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. രണ്ടാമത്തെ ലെയറും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ധാരാളമായി ഷുഗർ സിറപ്പ് ചേർക്കുക, നല്ലതുപോലെ ചേർക്കുക. പിന്നെ ഫസ്റ്റ് ലെയർ ആയതുകൊണ്ട് ഐസിങ് നല്ലതുപോലെ ചേർത്ത് നല്ല ഫിനിഷ് ചെയ്ത് ഞാനിത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ നല്ലവണ്ണം റൊട്ടേറ്റ് ചെയ്ത് നല്ല ഫിനിഷ് ചെയ്ത് എടുത്തിരിക്കുന്നു. ഇത് ഞാൻ നേരത്തെ വിപ്പിംഗ് ക്രീം കുറച്ച് മാറ്റി വെച്ചിരുന്നു. അതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എന്ന അളവിൽ ഡോൾഗോണ ക്രീം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നു. ഇനി നമുക്കിതും കൊണ്ട് കേക്കിൻ്റെ ടോപ്പിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അവനവൻ്റെ ഇഷ്ടമുള്ള രീതിയിലുള്ള ഫ്ലവർ ചേർക്കാം. ഡിസൈനിങ് ഒക്കെ അവരോട് ഐഡിയയ്ക്ക് അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഏത് രീതി ഇങ്ങനെ തന്നെ ഫ്ലവർ ചേർക്കണമെന്നില്ല. ഏതെങ്കിലും രീതി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഐഡിയ പോലെ നമുക്ക് ഫ്ലവർ ചേർക്കാം. നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ അതിൽ ഇങ്ങനെ ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെയും അതുപോലെ തന്നെ ഡിസൈൻ ചേർക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് അവിടെ ചേർക്കാം കേട്ടോ. ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അവനവൻ്റെ ഐഡിയ പോലെ നല്ല ഡിസൈൻ ചെയ്തെടുക്കുക. അത് കണ്ടില്ല, ഞാനിത് മുഴുവൻ ഡിസൈൻ ചെയ്തു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പുറത്ത് കുറച്ച് കൊക്കോയുടെ കുറച്ച് പൊടി, ചോക്ലേറ്റിൻ്റെ കുറച്ച് മിക്സർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ഡിസൈനിങ്ങൊക്കെ ഞാൻ ഏതായാലും കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കേക്കാണ്. ഞാൻ കട്ട് ചെയ്ത് ഒരു പാത്രത്തിനകത്ത് എടുത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല എത്ര സോഫ്റ്റാന്ന് നോക്കിയാൽ. ഇത് കുട്ടികളുടെ നിർബന്ധം കൊണ്ട് ഞാൻ എടുത്തത് കൊണ്ട് ഇച്ചിരി ക്രീം ശകലം കൂടുതലാണ്. അവർക്ക് ക്രീം കൂടുതൽ വേണമെന്ന് ഞാൻ അങ്ങനെ എടുത്താണ്. നിങ്ങളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ക്രീം ഇത്രയും ചേർക്കണമെന്നൊന്നുമില്ല, ആവശ്യം പോലെ ചേർക്കുക. ഏതായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് താല്പര്യപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ.